വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഒരുങ്ങുകയാണ് നമ്മൾ. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തുടർഭരണം നേടിയ പിണറായി സർക്കാർ മൂന്നാമതുകൂടി ഭരണം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് LDF ഈ മൂന്നാം പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മിനിസ്റ്റർ ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് ഏകദേശം പ്രഖ്യാപനത്തിൻ്റെ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മൂന്നാം ഭരണം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കാണ് പിണറായി ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെ പറയുന്നത്. അങ്ങനെ ഒരു മൂന്നാം ഭരണത്തിലേക്ക് വരാനുള്ള ഒരു ആത്മവിശ്വാസം എന്താണ് ഇടതുമുന്നണിക്ക്? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നതിനേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രഖ്യാപിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്നാമത് തുടർഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകേണ്ടത് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ തീരുമാനത്തിന് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം അതിനപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ഈ അടുത്തിടെയുള്ള ഈ 5 വർഷം, അവസാനത്തെ 5 വർഷം, അതിനകത്ത് ഈ അടിസ്ഥാന സൗകര്യ വികസനമുണ്ട്. അതായത് നമ്മളെ ആരോഗ്യം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു നേട്ടമായിട്ട് തന്നെയാണ് സർക്കാർ പറയുന്നത്. അതുതന്നെയാണ് സർക്കാരിൻ്റെ ഒരു പ്രധാന പ്രചരണ ആയുധമുള്ളത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം അതായത് മുൻപത്തെ 10 വർഷം മുൻപുള്ള കാലവും ഇക്കാലവും നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു പ്രചരണ ആയുധം തന്നെയായിരിക്കും LDFൻ്റെ ഒരു നേട്ടമെന്ന്. അതായത് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതാണ് ആ വിശ്വാസത്തിന് അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിൽ എത്ര വീടുകളാണ്, മനോഹരമായ വീടുകൾ, വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നൽകിയത്. ഞാൻ ഓർമ്മിക്കുകയാണെന്ന് ആ സംഭവം നടന്ന രാവിലെ 5:10 അവരോട് മുഖ്യമന്ത്രി ടെലിഫോൺ എടുക്കുമ്പോൾ 5:10 മുഖ്യമന്ത്രി എന്താ സംഭവം പോയി. കണ്ട കാഴ്ചയൊക്കെ കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അതിൻ്റെ പുനഃസൃഷ്ടി എന്ന് പറഞ്ഞാൽ ശരിയായ പുനഃസൃഷ്ടിയാണ്. അത് ചെയ്യും. ഇവിടെ ഇല്ലാത്തവർക്ക് വീട് നഷ്ടപ്പെടും. ഇതെല്ലാം പറഞ്ഞപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും എന്നൊരു ആത്മധൈര്യവും ആത്മവിശ്വാസവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കക്ഷി രാഷ്ട്രീയ ജാതി മതചിന്തകൾക്കെല്ലാം അതീതമായ ഒരു കാര്യം അത് പിണറായി സർക്കാർ നടപ്പിലാക്കും. ഏത് കാര്യങ്ങളാണ്? അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലിപ്പോൾ ഏറ്റവും അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടു അതിദാരിദ്ര്യ വിമോചിത സംസ്ഥാനമായി കേരളം. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റോ മറ്റാരും വിയോജിച്ചില്ല. കാരണം വസ്തുതാപരമാണ്, രാഷ്ട്രീയമല്ല, സത്യന്ധമായ വസ്തുതാപരമായ കാര്യങ്ങളാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനം കേരളത്തിൽ, ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനം കേരളത്തിൽ, വ്യവസായ സൗഹൃദ സംസ്ഥാനം 1ാം സ്ഥാനം കേരളത്തിൽ. അങ്ങനെ നിരവധി 1ാം ക്ലാസ്സുകളും A+കളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രതിബദ്ധതയോടുകൂടി ജനങ്ങളെ വിശ്വാസത്തിൽ കണക്കിലെടുത്തുകൊണ്ട് ഓരോ പദവിന്യാസങ്ങളും ആ നിലയിലുള്ളതാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇതേ നടപ്പിലാവും, ഇത് നടപ്പിലാകുന്നത് തന്നെയാണോ എന്നൊന്നും ആരും ചോദിക്കുന്നില്ല. കാരണം അത് പ്രാവർത്തികമാക്കുന്ന അനുഭവ സാക്ഷ്യമാണ് അവരുടെ മുമ്പിലുള്ള ജീവിതത്തിലുള്ളത്. അപ്പോൾ എന്തിനാണ് സംശയിക്കേണ്ട കാര്യം? അതിൻ്റെ ഓരോ അനുഭവങ്ങളാണ് ഇപ്പം ഈ വയനാട്ടിലെ അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ഈ 2021 എത്തുന്നതിന് മുൻപുള്ളൊരു ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരിക്കലും തുടർഭരണം ഉണ്ടായിട്ടില്ല. അത് ഒരു മാറി മാറി വരുന്നൊരു അവസ്ഥയായിരുന്നു. അത് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ്, അടുത്ത തവണ ഞങ്ങൾ വരും എന്നുള്ളത്. ഇപ്പോൾ LDF പറയുന്നത് അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ 3ാം തവണയും നമ്മൾ വരും എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ പോലെ ഈ വർഷം ഇതാണെങ്കിലോ അടുത്ത വർഷം അത് ഇങ്ങനെ അതായിരുന്നു കേരളത്തിൻ്റെ ഒരു പൂർവ്വകാല അനുഭവങ്ങൾ. ആ അനുഭവങ്ങളെ തിരുത്തി ജനങ്ങൾ പറഞ്ഞ
നിങ്ങൾ തന്നെ വേണം. കാരണം എന്താ, അവർക്ക് ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. ഒരു ഭരണം വന്ന് കുറച്ച് ആൾക്കാർ മകന്തിയായി നടക്കുന്നതല്ല. പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി, ഉറപ്പുകൾ നടപ്പിലാക്കി, കേരളത്തിന് സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി അടിവെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പരിമിതികൾ, പ്രയാസങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തികം എല്ലാം ഉണ്ട്. നമ്മുടെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കേന്ദ്രാധികാരികൾ നൽകുന്ന സഹായങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ ഈ A+ കിട്ടുന്നത് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഒരു തിരിച്ചടിയായിട്ടാണ് പലപ്പോഴും വരുന്നത് അല്ലേ? അതായത് പല മേഖലകളിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന്. അതെ, അത് ഒരു ഭരണഘടനാപരമായി കേന്ദ്രത്തിൻ്റെ ചുമതല എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണുകയാണ്. രാഷ്ട്രീയ പരിഗണനകളോ സാമൂഹ്യ പരിഗണനകളോ ഒന്നുമില്ലാതെ തന്നെ അർഹതപ്പെട്ടത് ഭരണഘടനാപരമായി. നമുക്ക് ഈ സംസ്ഥാനത്ത് നമ്മൾ വരുത്തി വെച്ചിട്ടുള്ള ഈ ഓരോ മേഖലയിലും വിദ്യാഭ്യാസവും ആരും എന്തായിരുന്നാലും അതിൽ എല്ലാ കണക്കുകളിലേക്ക് കിട്ടുന്നില്ല. അതുണ്ട്. ആ സന്ദർഭത്തിൽ അതിനുവേണ്ടി നൽകുന്ന സഹായങ്ങളിൽ രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ അതിന് പ്രതിബന്ധമുണ്ടാക്കുന്നത് ഒരു ഭരണപരവും രാഷ്ട്രീയവുമായ ഒരു ധാർമ്മികതയ്ക്ക് ഉചിതമല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുന്നത്, അതായത് കേന്ദ്രത്തിൻ്റെ ഇത്ര വലിയ തരത്തിലുള്ള ഒരു അവഗണന നമ്മൾ നേരിടുന്ന ഘട്ടത്തിലാണ് നമ്മൾ വലിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. അത് പലതും പൂർത്തീകരണത്തിലേക്ക് വരുന്നു. ഇപ്പം നമ്മളെ ഒഴിവാക്കിയ പദ്ധതികളായിരുന്നു ദേശീയപാത, അതേപോലെ ഗെയിൽ പദ്ധതികൾ. നടക്കില്ല, കേരളത്തിലേത് നടക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ പദ്ധതി അത് നമ്മൾ നടത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സാധനം, കേന്ദ്ര അവഗണന എന്ന് പറയുന്നതിനെ നമ്മൾ മറികടന്നത് ഒരു കിഫ്ബി എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് ഓടുകയാണ്. അത് കേരളത്തിൻ്റെ നമ്മളെ ചരിത്രം പഠിക്കാൻ വേണ്ടി പോകുന്ന തലമുറയ്ക്ക് കിഫ്ബി ഒരു പ്രധാന പാഠമായിരിക്കും അല്ലേ? കിഫ്ബി വന്നപ്പോൾ പലരും അതിനെ പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് കിഫ്ബി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൻ്റെ അനിർവചനീയമായൊരു ഘടകമായി മാറിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കാരണം കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധി പദ്ധതികളും പരിപാടികളുണ്ട്. അതാണ് ആ നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി ഈ സാമ്പത്തിക സംവിധാനത്തിന് കേന്ദ്രത്തിൻ്റെ പ്രതിരോധങ്ങളെല്ലാം നിൽക്കുമ്പോഴും ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതെല്ലാം ഇതിനകം തന്നെ ശ്വാസമുട്ടുമായിരുന്നു. ഒരു അതിജീവനത്തിൻ്റെ കരുത്ത് ജനങ്ങളെ പിന്തുണയും. അതൊരു പുതിയൊരു ഐഡിയ ആയിരുന്നു. നേരത്തെ നമ്മൾ ബജറ്റ് മാത്രമായിരുന്നു നമ്മളൊരു സങ്കല്പം ഉണ്ടായിരുന്നത്. ബജറ്റിൽ പ്രഖ്യാപിക്കുക, അതൊരു പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ എത്ര ബജറ്റുകൾ പൂർത്തിയാണോ? കേരളത്തെ പോലെ സാമ്പത്തികമായ പരിമിതികളും പ്രയാസങ്ങളും സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുന്നതിന് എത്രയേറെ സഹായകരമായിരിക്കും കിഫ്ബി എന്നതിൻ്റെ അനുഭവസാക്ഷ്യം തന്നെയാണ് കേരളം. അതല്ലേ? അതിന് എന്താണെന്നറിയോ, അത് പ്രധാനപ്പെട്ട ഘടകം പ്രതിബദ്ധതയോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി, വിശ്വാസ്യതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ. ആ ആത്മധൈര്യമാണ് ഈ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഒരു അതിജീവനത്തിൻ്റെ കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്കും സർക്കാരിനും എല്ലാം നൽകി. അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ഏത് വാഗ്ദാനം നടപ്പിലാക്കാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അഭൂതപൂർവമായ മുന്നേറ്റമല്ലേ? ആ വികസന പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ പരിമിതികളും പ്രയാസം എല്ലാം ഉണ്ട്. ഒരുപാട് അന്തർധാരകളുണ്ട്. പക്ഷേ ഏത് അന്തർധാരകളെയും അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ ആത്മധൈര്യം, അതിന് ജനകീയമായ പിന്തുണയും, ഈ ജനകീയ സഹകരണവും പിന്തുണയും കൂടി ഉണ്ടായപ്പോൾ അതിൽ നേരിടുന്നതിന് ഒരു പ്രയാസം ഉണ്ടായില്ല എന്നാണ് ആത്മധൈര്യം. അതാണ് അതിൽ ഒരു ഘടകം. ജനകീയ സഹകരണം പറയുമ്പോൾ നമ്മൾ ഈ കോവിഡ്, അതുപോലെ തന്നെ പ്രളയം, അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ മുന്നിൽ നിന്നിരുന്നു. സർക്കാർ ആകപ്പാട പ്രതിസന്ധിയിലാകുന്ന ഘട്ടമായിരുന്നു. കോവിഡ് കഴിഞ്ഞ തവണ നേരിട്ടപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും കിറ്റ് കൊടുക്കുന്നത്, ആ കിറ്റ് പോലും അവഹേളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. ആ സന്ദർഭത്തിൽ കോവിഡ് വന്നു, പ്രളയം വന്നു. ആ സമയത്തൊക്കെ കോവിഡ് മഹാമാരി അമേരിക്കയിൽ പോലും ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. അവിടെ കാശില്ലാത്തതുകൊണ്ടോ ഡോക്ടർമാരില്ലാത്തതുകൊണ്ടോ മരുന്ന് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടല്ല,
പക്ഷേ ഏത് മരുന്നിനെയും ഡോക്ടർമാരെയും അതിജീവിക്കുന്ന വെല്ലുവിളിക്കുന്ന അത്യന്തം ഭയാനകമായ ഒരു രോഗമായിരുന്നു കോവിഡ്. ആ കോവിഡ് മഹാമാരിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് അമേരിക്കയിലാണ്. എന്താ കാര്യം? അവരെ കുറ്റം കൊണ്ടല്ല. അതാണ് ഇതിൻ്റെ ഭീകരത. ആ സന്ദർഭത്തിലും ഇതിനെ മഹാമാരിയെ നേരിടാൻ കാണിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ആത്മധൈര്യവും ആത്മവിശ്വാസവും. അന്ന് ആളുകൾ പറഞ്ഞു, കുട്ടികൾ സ്കൂൾ തുറക്കണോ? ചെറിയ കുട്ടികൾ. മുഖ്യമന്ത്രി പറഞ്ഞു തുറക്കണം. ചെറിയ മക്കൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങൾ അവസരം നഷ്ടപ്പെട്ടുകൂടാ. നമുക്ക് നോക്കാം, നിങ്ങൾ സഹായിച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ SSLC പരീക്ഷ നടത്താൻ പാടില്ല, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും മാറ്റിയിട്ടുണ്ട്. അതായിക്കോട്ടെ, നമുക്ക് നടത്താം. SSLC പരീക്ഷ നടത്തിയാൽ തുടർ വിദ്യാഭ്യാസത്തിന് പ്രതിബന്ധം ഉണ്ടാകുന്നതാണ് മുഖ്യമന്ത്രി മറുപടി. കാരണം ആ SSLC പരീക്ഷയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുന്നൊരു പരീക്ഷയാണ് കേരളത്തിലെ SSLC പരീക്ഷ. ഒരു കുഴപ്പമില്ലാണ്ട് നടത്തി, ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും ലക്ഷ്യബോധവും പ്രതിബദ്ധതയുമുള്ള ഒരു സർക്കാരിന് ഏത് സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ കരുത്തുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഈ വർത്തമാനകാലത്ത് ഇന്ത്യക്ക് തന്നെ മാതൃകയായി നിൽക്കുന്നത് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ഇതിപ്പോൾ മിനിസ്റ്റർ ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. ഈ ആരോഗ്യവകുപ്പ് തന്നെയാണ് ഈ അവസാന ഘട്ടമെത്തുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം നേരിടുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങളിൽ വന്ന ചില പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അത് ഒരു സർക്കാരിനൊരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും. അതൊക്കെ പ്രചരണപരമായി നടത്തുന്നു എന്നതല്ലാതെ ഒരു ഡോക്ടർക്ക് ഒരു കൈപ്പിഴ സംഭവിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ക്യാബിനറ്റ് തീരുമാനിച്ചിട്ട് ഒരു കത്തിര കോടതിയിൽ വെക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പറയുന്നവർ ചിന്തിക്കേണ്ട ഇത് നയപരമായ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ, അതിലുണ്ടാകുന്ന പാകപ്പിഴകളാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇതൊരു ഡോക്ടർ ഏതാ ബോധപൂർവമോ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൈപ്പിഴ സംഭവിച്ചു പോയി. വാക്കുപിഴ സംഭവിക്കാറില്ലേ നമുക്ക് സംസാരിക്കുമ്പോൾ? അങ്ങനെ ഒരു ഡോക്ടർക്ക് ഒരു സംഭവം നടന്നു. അത് സർക്കാരിൻ്റെ നയപരമായി തീരുമാനിച്ച് ഇത്ര ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇത്ര കത്തിരയെല്ലാം പുടയിൽ വെച്ചിട്ട് വരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അതൊരു യാദൃച്ഛികമായൊരു സംഭവമാണ്. ആ സംഭവത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആരോഗ്യമേഖല ആകെ തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ, ആരോഗ്യമേഖലയിൽ ഈ കോവിഡ് കാലത്തും അല്ല, അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഗവൺമെൻറ്റിന് പറയേണ്ടി വന്നത് ആരോഗ്യമേഖലയിൽ 1-ാം സ്ഥാനം കേരളത്തിന്. അതിന് വിദ്യാഭ്യാസ പ്രബുദ്ധതയുണ്ട്, രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, സാമൂഹ്യബോധമുണ്ട്, എല്ലാം ഉള്ളതാണ് സംസ്ഥാനം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെറിയ ചെറിയ സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പർവ്വതീകരിച്ച് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ല. ശരിക്കും സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം അതുകൂടി ഒരു തുടർഭരണം കിട്ടുന്ന തരത്തിലേക്ക് വന്ന് എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ജനങ്ങൾക്കൊരു അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുണ്ടായത്. അതൊരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ക്രിയാത്മകമായിരിക്കണം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മളതൊരു നശീകരണ നിലപാടിലേക്ക് പോയി എന്നുള്ളൊരു വിലയിരുത്തലും കൂടി. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ ധർമ്മമുണ്ട്. അതാണ് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭരണകൂടമാണ്. ശരി, അത് ആ ഉദാത്തമായ ഉന്നതമായ അതിൻ്റെ സംസ്കാരവും മാന്യതയും നിർവഹിക്കുന്നതുകൊണ്ടാണ്. അത് പിന്നെ ഏതെവിടെയാണ് പ്രാദേശിക സ്ഥാപനങ്ങൾ തൊട്ട് പാർലമെൻറ്റ് വരെയുള്ള എല്ലാ സമിതികളിലും പ്രതിപക്ഷമുണ്ടാകണം, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമുണ്ടാകണം, പ്രതിപക്ഷത്തിൻ്റെ അംഗീകാരമുണ്ട്. അത് ആ നിലയിൽ അതിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഒരു കർമ്മം നിർവഹിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ വളരെ നിഷേധാത്മകമായി സംഹാരപരമായി വരിനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഏത് കാര്യങ്ങൾ പറയുമ്പോഴും അതിന് ഒരു നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നല്ലതല്ല. ഇപ്പോൾ ഇത് പകൽ സമയം ഏതാണ്ട് 11 മണി 12 മണിയാണ് എന്ന് പറയുമ്പോൾ അംഗീകരിക്കണ്ടേ? അത് ഭരണപക്ഷം പറയുന്നതുകൊണ്ട് അതല്ല, ഈ നട്ടപ്പാതിര 12 മണിയാണെന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ളൊരു നിഷേധാത്മകത താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ആ നിഷേധാത്മകതയുടെ ഒരു അസഹ്യമായൊരു ഭീകരതയാണ് വാസ്തവത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മനിർവഹണത്തിൽ
പലപ്പോഴും കാണാൻ കഴിയുന്നത്. ഈ നമ്മൾ 2 വട്ടം അധികാരം കിട്ടിയ സമയത്ത് അതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ അകത്ത് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അത് പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രചരണായുധമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാളിച്ചകൾ അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും സ്പെഷ്യൽ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് അവസാന ഘട്ടം വരുന്നത് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ആകുമ്പോഴേക്കായിരിക്കും. അതിനകത്ത് അതൊരു തിരിച്ചടിക്കുള്ള ഒരു മാർഗ്ഗമായി, തിരിച്ചടിക്കുള്ള ഒരു കാരണമായി മാറാനുള്ള സാധ്യതയുണ്ടോ? അതൊക്കെ പ്രതിപക്ഷങ്ങൾ അത് ഉപയോഗിക്കുമായിരിക്കും. പ്രതിപക്ഷങ്ങൾക്ക് മറ്റൊന്നും ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു ആയുധം കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഇത് യാദൃശ്യമായി വന്നുവിട്ട അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഇല്ലായിരുന്നെങ്കിൽ എന്താ പ്രതിപക്ഷം പറയുക? ഇത് ഇങ്ങനെ യാദൃശ്ചികമായൊരു അത് സംഭവിച്ച് അത് വന്നപ്പോൾ ഇതൊന്നും ബോധപൂർവം ഒരു സർക്കാരിൻ്റെ തീരുമാനം മനസ്സിൽ നടക്കുന്നതല്ല. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തികളാണ്. ആ വ്യക്തി ഭാഗത്തുണ്ടാകുന്ന ഇതാണ്. പിന്നെ വിശ്വാസം സംഘടിപ്പിക്കുന്നതിലെ കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാനും സൗകര്യവും പ്രാർത്ഥിക്കാതിരിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിലുണ്ടാവുന്നത് പ്രചാരപരമായി നടക്കും. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, അത് മുസ്ലിം ദേവാലയങ്ങളായിരുന്നാലും ക്രൈസ്തവ ദേവാലയങ്ങളായിരുന്നാലും ഹൈന്ദവ, അവിടെയൊക്കെ അതിൻ്റെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ വിശ്വാസങ്ങളുമായി കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് മുസ്ലിം സമുദായമായിരുന്നാലും ക്രൈസ്തവ സമുദായമായിരുന്നാലും ഹൈന്ദവ സമുദായമായിരുന്നാലും ആ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളൊക്കെ തന്നെ മതങ്ങളെയും ജനങ്ങളെയും വിഭജിക്കാനല്ല, മാറ്റി നിർത്താനല്ല, ഒരു സഹകരണീയതയുടെ, ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു സ്നേഹസ്പർശം കൂടി ഈ ആചരണ പരിപാടികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പം നമ്മൾ ഈ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പിണറായി തന്നെ നയിക്കുമെന്നുള്ളത് CPM നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു പിണറായി എന്നുള്ള ഒരു കോൺഫിഡൻസിനപ്പുറത്തേക്ക് മറ്റൊരു നേതാവിലേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു മുന്നണിക്ക് പോകാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടോ? ഒരു പ്രതിസന്ധിയില്ല. കാരണം വെച്ചാൽ ജനങ്ങളും എല്ലാവരും ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത കാര്യമാണ് ശ്രീ പിണറായി വിജയൻ തന്നെ 3ാം തുടർഭരണത്തിലും അതിന് നേതൃത്വത്തിരിക്കണമെന്ന്. കാരണം ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കുന്ന നിലയിൽ ഭരണപ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ കാര്യങ്ങളും പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളതും. മുഖ്യമന്ത്രി പിണറായി വിജയനും അതാണെന്നാണ് പറയുക മാത്രമല്ല, നടപ്പിലാക്കി. അതെല്ലാം ഓരോ കാര്യങ്ങളും, അത് പ്രളയക്കെടുതികളായാലും ശരി, മറ്റു സാങ്കേതിക രോഗങ്ങളുടെ കാര്യത്തിലായാലും ശരി, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും ശരി, എല്ലാ കാര്യങ്ങളിലും ഈ വികസന പ്രവർത്തന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട സാമ്പത്തികമായ ഒരുപാട് സഹായ പദ്ധതികളൊക്കെ തന്നെ ഉപാധികളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി നൽകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് പോലും എന്നാൽ പിന്നെ അതെല്ലാം കിട്ടാത്തതുകൊണ്ട് പാലവും വേണ്ട, പണിയും വേണ്ട, റോഡും വേണ്ട അതൊന്നും വിചാരിച്ചിട്ടില്ല. അതെല്ലാം അവർ ചെയ്തോട്ടെ, അവരെ കാര്യങ്ങൾ നമ്മളെ ഉള്ളത് വെച്ചുകൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പിണറായിക്കെതിരെ പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ ഉന്നയിക്കുന്നൊരു പ്രധാന ആക്ഷേപമുണ്ട്. അതായത് കേന്ദ്ര സർക്കാരുമായിട്ട് അല്ലെങ്കിൽ BJP നേതൃത്വമായിട്ട് ഒരു അന്തർധാര പിണറായി സൂക്ഷിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളൊരു നീക്കത്തിലേക്ക് ഒരു BJP അന്തർധാര കൂടി LDFന് അനുകൂലമായി പ്രവർത്തിക്കുമെന്നുള്ളൊരു ആക്ഷേപം UDF ഉന്നയിക്കുന്നുണ്ട്. അതിന് UDF ഒന്ന് എടുത്ത് പറയാനില്ലാത്തതുകൊണ്ട് അസംഭാവ്യതയുടെ ഒരു രാഷ്ട്രീയം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേസുകാർ പിണറായി വിജയന് ഈ നിലയിലുള്ള ഒരു ബന്ധമുണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. BJPക്കും RS സംഘപരിവാർ ശക്തികൾക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയമായി സുശക്തമായ നടപടികളും നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ദേശീയ തലത്തിലും അത് തന്നെയാണ്, ദേശീയ തലത്തിലും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആർക്കും സംശയമേ ഇല്ല. ഇതിൻ്റെ രഹസ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഊഹിച്ച് വെറുതെ ഓരോ രാഷ്ട്രീയ പ്രയോഗം നടത്താമെന്നല്ലാതെ, അതായത് സത്യസന്ധമായും ആത്മാർത്ഥമായും വസ്തുതാപരമായും BJP RS സംഘപരിവാർ ശക്തികൾ ഈ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് മുമ്പും തെരഞ്ഞെടുപ്പ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളിലും
രാഷ്ട്രീയ നിലപാടുകൾ അതായിരുന്നു എന്നാൽ എല്ലാവർക്കും അറിയുന്ന പകൽ വെളിച്ചം പോലെ. ഇതിനകത്ത് ഇനി ഇപ്പം നമ്മൾ സംസ്ഥാനത്തിനെ കുറിച്ച് പറഞ്ഞു, വികസനത്തിനെ കുറിച്ച് പറഞ്ഞു, LDFിൻ്റെ നായകനെക്കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഇനി വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. കണ്ണൂരൊരു മിനിസ്റ്റർ വന്നതിന് ശേഷമുള്ളൊരു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലേക്കാണ് കണ്ണൂർ വരുന്നത്. എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിനകത്ത് എങ്ങനെയായിരിക്കും? വീണ്ടും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണോ? അത് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് കഴിഞ്ഞാൽ കോൺഗ്രസും തീരുമാനിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായി പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. എന്തായാലും പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചാൽ വീണ്ടും കടന്നപ്പള്ളി രംഗത്തുണ്ടാവും. മുന്നണിയും പാർട്ടിയും തീരുമാനിക്കണമല്ലോ ആരായിരിക്കണം, എവിടെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതല്ലാതെ നമ്മളൊന്നും സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. അത് ഇപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. നമ്മുടെ ഈ 2 ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു രജത രേഖയുണ്ട്. 1600 കോടി രൂപ ചെലവഴിച്ച സംസ്ഥാനമാണ്, മണ്ഡലമാണ്. അത് ആ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി പരിഗണനയുണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങൾ നല്ല നിർലോഭം സഹായിച്ചിരുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. മനസ്സിലല്ലേ? ഇപ്പോൾ നമ്മുടെ ഈ കാൽറ്റും ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, 138 കോടി രൂപയൊക്കെ എടുക്കുകയാണ്. പക്ഷേ കേസ്, ഹൈക്കോടതി കേസ് എല്ലാവർക്കും അറിയാം. അവിടെ കുടുങ്ങാത്തവരാരുമില്ല. ആസ്പത്രിയിൽ പോകുന്ന ആളും KSRTCയിൽ പോകുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, താലൂക്ക് ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ ഗുരുതരം. അതെല്ലാം കണക്കെടുത്തുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ജയിച്ച ശേഷം 138 രൂപ ഇപ്പോഴും ബജറ്റിലുണ്ട്. പിൻവലിച്ചിട്ടില്ല. സാധാരണ നടപ്പിലായില്ലെങ്കിൽ ആ കൊല്ലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പോകും. കാരണം അതാണ് മുന്നോട്ട് ഞാൻ ഇങ്ങനെ കണ്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ച അവിടെ മേലെ ചുവ കുറച്ച് ആരംഭിച്ചിട്ട് 38 രൂപയാണ് അവിടെ. ജനങ്ങൾ സഹായിച്ചാൽ ഇതൊരു സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതിനകത്ത് നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പറയുമ്പോൾ UDF പറയുന്നത് കണ്ണൂർ മണ്ഡലം ഇത്തവണ UDF LDFിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് അവരൊരു പ്രധാനപ്പെട്ട അവകാശവാദം. K. സുധാകരൻ അടക്കം രംഗത്ത് വരുമെന്നാണ് പറയുന്നത്, മത്സര രംഗത്തേക്ക് ഉണ്ടാവുമെന്ന്. അവരെ മുന്നണിയും അവരെ പാർട്ടി തീരുമാനിക്കേണ്ടതല്ലേ? ആരാണ് മത്സരിക്കേണ്ടത് അവർ തീരുമാനിക്കേണ്ട കാര്യമെന്നല്ലോ. അതവരുടെ കാര്യം. എന്തായാലും കണ്ണൂർ ഇപ്പോൾ കേരളത്തിൻ്റെത് 3ാം സർക്കാർ ലക്ഷ്യമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള കണക്കാനുണ്ട്. നമുക്ക് കണ്ണൂർ ജില്ലയിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 9-2 LDFിൻ്റെ 9 മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ UDFിന് 2. ഇത്തവണ എങ്ങനെയായിരിക്കും കണ്ണൂരിൻ്റെ ഒരു പൊതുസ്ഥിതി എങ്ങനെയായിരിക്കും ആ മിനിസ്റ്റർ കണക്കൂട്ടുന്നത്? അത് പൊതുസ്ഥിതിയിൽ പഴയ സ്ഥിതിയിൽ നിന്ന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അല്ലാതെ. പേരാവൂരെല്ലാം ശക്തമായ മത്സരത്തിന് ഒരുങ്ങുവാണ്. പേരാവൂരൊക്കെ തിരിച്ച് LDF പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലയിൽ LDFിന് ലഭിച്ചതിനേക്കാളേറെ സീറ്റ് വർദ്ധിക്കുമെന്നതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. വലിയ ആത്മവിശ്വാസത്തെ തന്നെയാണുള്ളത് സംസ്ഥാനത്തും, അതുപോലെ തന്നെ കണ്ണൂരിലും അതിൻ്റെ ഒരു പ്രതിഫലനം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ കൊള്ളാം, അത് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കെല്ലാം അതീതമായി അത് തന്നെയാണ്. മനസ്സിലായില്ലേ? മിനിസ്റ്റർ, നമ്മളിപ്പോൾ ഈ സംസാരിച്ചതിൻ്റെ അകത്ത് മിനിസ്റ്റർ വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇടതുമുന്നണിയുടെ പ്രധാന ഒരു ഘടകകക്ഷി നേതാവായിട്ടുള്ള മന്ത്രി വീണ്ടും 3ാം തവണയും അധികാരത്തിലെത്തുന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾക്കും തിരിച്ച് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ളൊരു പിന്തുണ ഉണ്ടാകും. അങ്ങനെ ഒരു 3ാം ഭരണം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും നമ്മോടൊപ്പം സഹകരിച്ചതിന് നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.